ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം 107-ാമത്തെ സങ്കീർത്തനം 28 മുതൽ 30 വാക്യങ്ങൾ. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. ആഗ്രഹിച്ച തുറമുഖത്തേക്ക് അവൻ അവരെ എത്തിച്ചു. വളരെ ലളിതമായി ഈ വാക്യം ആസ്വദമാക്കി നാം കുറേ കാര്യങ്ങൾക്ക് ചിന്തിച്ചു വരികയായിരുന്നല്ലോ. നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും കൊടുങ്കാറ്റുകളെക്കുറിച്ച്. കൊടുങ്കാറ്റുകൾ, ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നതായ കൊടുങ്കാറ്റുകൾ, രോഗത്തിൻ്റെ കൊടുങ്കാറ്റാകാം, കടത്തിൻ്റെ കൊടുങ്കാറ്റാകാം, പല എതിർപ്പുകളുടെയും ആക്രമണങ്ങളുടെയും കൊടുങ്കാറ്റാകാം, കുടുംബത്തിൽ തന്നെയുള്ള കലഹത്തിൻ്റെ കൊടുങ്കാറ്റാകാം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ നീരസത്തിൻ്റെയോ ഇഷ്ടക്കേടിൻ്റെയോ കൊടുങ്കാറ്റാകാം. കൊടുങ്കാറ്റുകൾ, ഇതൊന്നുമല്ലാതെ എത്രയോ കൊടുങ്കാറ്റുകളെയാണ് നാം ഓരോരുത്തരും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കൊടുങ്കാറ്റുകൾ നാം ഒടുവിലായി ചിന്തിച്ചു വന്നത് ഇയ്യോബിൻ്റെ ജീവിതം എന്നതായ കൊടുങ്കാറ്റുകളെക്കുറിച്ചാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ, നീതിമാനായ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വന്നു. തന്മൂലം കുറേയേറെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ദ ടെമ്പസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, അനർത്ഥങ്ങളുടെ കൊടുങ്കാറ്റ്, ദുരിതങ്ങളുടെ കൊടുങ്കാറ്റ്. ദ ടെമ്പസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. വലിയ വലിയ ആപത്തുകൾ നമ്മൾ പലരും നേരിടുന്നുണ്ട്. ഇന്ന് മനുഷ്യ ജീവിതം ആപത്തുകളുടെ കൊടുങ്കാറ്റിൽപ്പെട്ട് ആടി ഉലയുകയാണ്. ആപത്തുകൾ, അത് പ്രകൃതിക്ഷോഭങ്ങളാകാം, അല്ലെങ്കിൽ ഭൂകമ്പങ്ങളാകാം, അതുമല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ വരുന്നതായ ദുരിതങ്ങളും യാതനകളും വേദനകളുമാകാം, രോഗങ്ങളാകാം. കൊടുങ്കാറ്റുകൾ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്നതായ കൊടുങ്കാറ്റുകൾ, അത് ഇയ്യോബിന് നൽകിയത് ഡിസാസ്റ്റേഴ്സാണ്. ഡിസാസ്റ്റർ എന്നുള്ള ഇംഗ്ലീഷ് പദത്തിൻ്റെ അർത്ഥം അനർത്ഥം, യാതന, ദുരിതം. ഈ ജീവിതത്തിൽ നമുക്കെല്ലാം ജീവിതത്തിൽ ദുരിതങ്ങൾ നേരിടേണ്ടിയുണ്ട്. ഓരോ മനുഷ്യ മനസ്സും വിങ്ങുകയാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. മനുഷ്യ മനസ്സ് വിങ്ങുന്നു. ഉരുകുന്ന മനുഷ്യ മനസ്സ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാം. എന്തുമാത്രം യാതനകളെയാണ് നാം ഓരോ ദിവസവും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ തരത്തിലുള്ളതായ മാരകമായ രോഗങ്ങൾ വന്ന് പിടികൂടുന്നു. ആ രോഗത്തിൻ്റെ ആക്രമണത്തിൽ മനുഷ്യർ നിരാശരായി കഴിയുന്നു, ആകുലപ്പെട്ടും ഭാരപ്പെട്ടും കഴിയുന്നു. ഈ കൊടുങ്കാറ്റുകളുടെ എല്ലാം ഇടയിൽ ശരിയായ വഴിയിൽ കൂടെ നമ്മെ നയിച്ച് ശാന്തമായ ശുഭകരമായ തുറമുഖത്ത് നമ്മെ എത്തിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്കുള്ള സന്തോഷം. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കർത്താവ് കൊടുങ്കാറ്റുകളെ ശാന്തമാക്കി തരുന്നു. അത് നിങ്ങൾക്ക് ഓർക്കാം ഇല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഡിസാസ്റ്റേഴ്സ് വലുതും വന്നവരുണ്ട്, പല അനർത്ഥങ്ങളും വന്നവരുണ്ട്. ഈ അനർത്ഥങ്ങളെല്ലാം വന്നപ്പോഴും ഒരത്ഭുത ശക്തി നമ്മെ നയിച്ച് നമ്മെ എത്തേണ്ടടുത്ത് എത്തിക്കുന്നു, സമാധാനം നമുക്ക് തരുന്നു. നമ്മൾ പലരുടെയും അനുഭവമാണ്. ഇന്ന് തന്നെ ഒരാളിനെ വിളിച്ചു, ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിച്ചത്. അദ്ദേഹം പറയുകയായിരുന്നു, സാറേ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് വിചാരിച്ചതല്ല, പുറം ലോകം കാണുമെന്ന് വിചാരിച്ചിരുന്നതല്ല. ഇന്ന് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. ഇന്ന് വീട്ടിൽ തിരിച്ചു വന്നു. ഞാൻ അത്ഭുതപ്പെടുന്നു. സത്യമായ ഒരു ദൈവം ജീവിക്കുന്നു എനിക്ക് മനസ്സിലായി. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ജീവിക്കുന്നു എനിക്ക് മനസ്സിലായി.
അത്യാഹിതത്തിൽ മനസ്സ് നൊന്ത് വീങ്ങിക്കഴിയുന്ന അനേകം ആളുകൾ ഇതുപോലെ പറയാൻ അവസരം കൊടുത്താൽ സാക്ഷ്യം പറയും. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഡിസാസ്റ്റേഴ്സ് അടിക്കടി വന്നു. ഇയ്യോബിൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, ഇയ്യോബിൻ്റെ സ്വത്ത് നഷ്ടപ്പെട്ടു, മക്കൾ ഒരുമിച്ച് കൂടിയിരുന്ന വീട് തകർന്നുപോയി. 7 ആൺമക്കളും 3 പെൺമക്കളുമുള്ള ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ലായിരുന്നു. പൂർവ്വദിഗ്വാസികളിലൊക്കെയും ഏറ്റവും ധനികനായി സമ്പന്നനായിരുന്നു ഇയ്യോബ്. എന്നാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം വന്നിട്ട് ഇയ്യോബ് കുലുക്കം ഉണ്ടായില്ല. ഈ അനർത്ഥങ്ങളെല്ലാം കൊണ്ടുവരുന്നത് പിശാചാണ്, സാത്താനാണ്. നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ഏത് അനർത്ഥം ഉണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ സാത്താൻ്റെ കൈയുണ്ട്. ഏത് അനർത്ഥമുണ്ടെങ്കിലും, ഏത് അപകടമുണ്ടെങ്കിലും, ഏത് രോഗമുണ്ടെങ്കിലും, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, രോഗാത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, രോഗത്തിൻ്റെ ആത്മാവ്. ഓരോ തരത്തിൽ നമ്മെ ഹിംസിക്കുവാനും നമ്മെ നശിപ്പിക്കുവാനും പിശാച് നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആര് വീഴുകേണ്ടു എന്ന് തിരിഞ്ഞുറ്റി നടക്കുന്നു. വേദവസം പറയുന്നതാണ്. പത്രോസ്ലീഹ പറയും 1 പത്രോസ് 5-ാം അധ്യായത്തിൽ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആര് വീഴുകേണ്ടു എന്ന് തിരിഞ്ഞു നടക്കുന്നു. ഇങ്ങനെ അവൻ ചുറ്റി നടക്കുകയാണ്. ആരെയാണ് വീഴിക്കാൻ കിട്ടുക? ആ കൂട്ടത്തിൽ നമ്മെ പിടികിട്ടുന്നു, നമ്മെ വീഴിക്കുന്നു, നമുക്ക് അനർത്ഥം വരുത്തുന്നു. സാത്താൻ അസൂയാലുവാണ്. ഇയ്യോബിന് ഉണ്ടായ ജീവിതത്തിലെ കൊടുങ്കാറ്റ്, ഒന്നാമത്തെ കൊടുങ്കാറ്റ് അനർത്ഥങ്ങളുടെ കൊടുങ്കാറ്റാണ്, ടെമ്പസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഇത്രയേറെ ദുരിതങ്ങളൊക്കെ വന്നിട്ട് ഇയ്യോബ് തളർന്നില്ല. എന്തൊരു വലിയ ഭക്തിയാണത്! ഇത്രയേറെ ദുരിതങ്ങൾ, 10 മക്കൾ ഒരുമിച്ച് മരിക്കുന്നു, സ്വത്തെല്ലാം പോകുന്നു, വേലക്കാർ പോകുന്നു, ആടുമാടുകൾ പോകുന്നു, ദാസദാസന്മാർ പോകുന്നു, ഒട്ടകങ്ങളും കഴുത്തുകളും എല്ലാം അതിന് പിടിച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനെയെല്ലാം വന്നു, കഷ്ടങ്ങൾ നഷ്ടങ്ങൾ അടിക്കടി വന്നു. ഇയ്യോബ് തളർന്നില്ല. വിശ്വാസിയായിരുന്നു ഇയ്യോബ്, നീതിമാനായിരുന്നു. എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും തളരാത്തത് കൊണ്ട് സാത്താൻ അസൂയ വരുത്തും. അവൻ പിന്നെ ചെയ്ത് ഇയ്യോബിനെ രോഗം വരുത്താനുള്ള യത്നമായിരുന്നു. ഇയ്യോബിൻ്റെ ഉള്ളംകാൽ മുതൽ നെറുകന്തല വരെ രോഗം വന്നു. ആസകലം വ്രണം നിറഞ്ഞു. കഠിനമായ വേദന, ആ വേദനയുള്ള ഭാഗത്തിൻ്റെ ഇടയ്ക്ക് അല്പം വിടവുണ്ടായാൽ അവിടെ ഭയങ്കരമായ ചൊറിച്ചിൽ. അവിടെ ഇയ്യോബ് ഓട്ടിൻ കഷ്ണം കൊണ്ട് അവിടെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. ഇയ്യോബിൻ്റെ അടുക്കിലേക്ക് സ്വന്തം ഭാര്യയ്ക്ക് പോലും ചെല്ലാൻ പറ്റാത്ത വിധത്തിലായിരുന്നു ദുർഗന്ധം. മൂക്ക് പൊത്തിക്കൊണ്ടാണ് വേലക്കാർ പോലും നിന്നത്. എത്ര ദയനീയമായിരുന്നു! ദ ടെമ്പസ്റ്റ് ഓഫ് ഡിസീസസ്, രോഗങ്ങളുടെ കൊടുങ്കാറ്റ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കണം, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ കൊടുങ്കാറ്റുകൾ എത്രത്തോളമൊക്കെ വന്നിട്ടുണ്ട്. ഡിസാസ്റ്റേഴ്സ് വന്നിട്ടില്ലേ? ആപത്തുകൾ വന്നിട്ടില്ലേ? അനർത്ഥങ്ങൾ സംഭവിച്ചിട്ടില്ലേ? അത്യാഹിതങ്ങൾ സംഭവിച്ചിട്ടില്ലേ? ഒരിക്കലും നേരെയാകാൻ പറ്റുമെന്ന് പ്രതീക്ഷയില്ലാത്ത വിധത്തിലുള്ളതായ ദുരിതങ്ങൾ സംഭവിച്ചിട്ടില്ലേ? ഉണ്ട്. ഭാഗ്യവശാൽ ദൈവം അതിൽ നിന്നെല്ലാം കരയേറ്റി നമ്മളെ കൊണ്ടുവന്നു മാത്രം. ഇവൻ്റെ ജീവിതത്തിൽ രോഗം വന്നതുപോലെ നമുക്കും മാരകമായ രോഗങ്ങൾ വന്നിട്ടില്ലേ? ഓപ്പറേഷൻ ടേബിളിൽ കിടക്കാൻ തുടങ്ങുമ്പോഴേക്കും തീർന്നു, ഇതായിരിക്കും ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഞാൻ ലോകത്തെ കാണുന്നത് എന്ന് ചിന്തിച്ച സമയങ്ങളുണ്ടായിട്ടില്ലേ? ചിലർക്കെങ്കിലും തീർന്നു, ജീവിതം തീർന്നു, ആയുസ് തീർന്നു, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് വിചാരിക്കുന്ന സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ നിത്യനായ ദൈവത്തിൻ്റെ കൃപയാലത്തിൽ നിന്നെല്ലാം നമ്മെ കൊണ്ടുവന്നു. വചനം കേൾക്കാൻ നമ്മെ ആനയിച്ചു. കൊടുങ്കാറ്റുള്ള കർത്താവ് ശാന്തമാക്കി തന്നു. ടെമ്പസ്റ്റ് ഓഫ് ഡിസീസസ്, ദൈവത്തിന് സ്തോത്രം. കൊടുങ്കാറ്റുകളിൽ ആടി ഒലയുന്ന ജീവിതം. നിങ്ങൾ പലർക്കും അനുഭവങ്ങൾ പറയാൻ കാണും. കൊടുങ്കാറ്റ്. ഇയ്യോബ് തളർന്നുപോയി. ഇയ്യോബ് ക്ഷീണിതനായി. ശരീരമാസകൽ രോഗമായി. വേദനിക്കുകയും പൊളഞ്ഞ് വേദനിച്ച് വിഷമിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം ഭാര്യ പോലും പറഞ്ഞു, നിങ്ങൾ ഇനി ആത്മഹത്യ ചെയ്യരുതോ? സങ്കടകരമായിപ്പോയി ആ വാക്ക്. സ്വന്തം ഭാര്യയിൽ നിന്ന് ആ വാക്ക് വന്ന്, ഇനി എന്തിന് ജീവിച്ചിരിക്കണം? നിങ്ങൾ ആത്മഹത്യ ചെയ്യുക. ഇത്രയും നാളും ദൈവമേ എന്ന് വിളിച്ച് നടന്നു, ഭക്തനായി നടന്നു. എന്നിട്ട് ഇതല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? ആ ദൈവത്തെ ഉപേക്ഷിച്ച് കളയുക. ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ് ആത്മഹത്യ ചെയ്യൂ എന്നാണ് ഇയ്യോബിൻ്റെ ഭാര്യ കൊടുത്ത ഉപദേശം.
ഭയാനകമായി താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണത്. ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടവൾ, ഒരു നല്ല വാക്ക് പറയേണ്ടവൾ പറയുകയാണ്, ചത്തുകൊള്ളാനാണ് പറയുന്നത്, നീ ആത്മഹത്യ ചെയ്യുക. എന്തൊരു ദയനീയമായ ചിത്രമാണത്. ഒരുപക്ഷെ നമ്മിൽ പലരുടെയും ഏറ്റവും സ്വന്തപ്പെട്ടവർ നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടായിരിക്കും. നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരെങ്കിലുമൊക്കെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ടായിരിക്കും. നമുക്ക് പ്രോത്സാഹനം തരേണ്ടവർ നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നു. അവർ പ്രോത്സാഹനം തരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷയുണ്ടായിരുന്നത്. പ്രോത്സാഹനം തന്നില്ല. പ്രോത്സാഹനം തന്നില്ല മാത്രമല്ല, നിരുത്സാഹപ്പെടുത്തുന്നു. അതാണ് സങ്കടകരമായ കാര്യം. ദൈവത്തിന് സ്തോത്രം. യോബ് അത്രയും ആയപ്പോൾ യോബ് ഒന്ന് ചിന്തിച്ചു. എനിക്ക് ഒരു ചെറിയ കൂട്ടായ്മയുണ്ടല്ലോ, ദൈവമക്കൾ. അതിൽ പ്രധാനമായിട്ട് ഒരു 3 പേരുണ്ട്. ശൂഹിനായ ബിൽദാദ്, നയമാത്തിനായ സോഫർ, തേമാന്യനായ എലീഫസ്. ഈ 3 പേരുണ്ടല്ലോ, അവരിപ്പോഴൊന്ന് വന്നിരുന്നെങ്കിൽ, ഒന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് എത്രയെങ്കിലും ഒരു സമാധാനം കിട്ടുമായിരുന്നല്ലോ. യോബ് തീർത്തും അവശനായി. അപ്പോഴാണ് യോബിൻ്റെ ജീവിതത്തിൽ അടുത്ത കൊടുങ്കാറ്റ്, ദ ടെമ്പസ്റ്റ് ഓഫ് ഡെസ്പയർ, നിരാശയുടെ കൊടുങ്കാറ്റ്. ദ ടെമ്പസ്റ്റ് ഓഫ് ഡിസ്പയർ, നിരാശയുടെ കൊടുങ്കാറ്റ്. നമുക്ക് വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യങ്ങൾ വായിക്കാം. അനന്തരം ഇയ്യോബ് വായി തുറന്ന് തൻ്റെ ജന്മദിവസത്തെ ശപിച്ചു. ഇയ്യോബ് പറഞ്ഞതെന്തെന്നാൽ, ഞാൻ ജനിച്ച ദിവസവും ഒരു ആൺ ഉൽപ്പാദിപ്പിച്ചു എന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ, ആ നാൾ ഇരുണ്ടു പോകട്ടെ. മേലിൽ നിന്ന് ദൈവം അതിനെ കടാക്ഷിക്കരുത്, പ്രകാശം അതിന്മേൽ ശോഭിക്കുകയും അരുത്. ഇരുളും അന്ധതമസ്സും അതിനെ സ്വാധീനമാക്കട്ടെ, ഒരു മേഘം അതിന്മേൽ അമരട്ടെ, പകലിനെ ഇരുട്ടുന്നതൊക്കെയും അതിനെ പേടിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് ജന്മദിവസത്തെ ശപിക്കുകയാണ്. ഞാൻ എന്തിന് ജനിച്ചു? ഞാൻ ജനിച്ചപ്പോൾ തന്നെ നിങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ, അല്ല മരിച്ച അവസ്ഥയിൽ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരുന്നെങ്കിൽ, ഒരു ചാപ്പിള്ളയായി തീർന്നിരുന്നെങ്കിൽ, ഞാൻ അന്ന് നിങ്ങൾ മരിച്ചു പോയി എത്ര നന്നായിരുന്നു. ഒരു ആൺകുട്ടി ജനിച്ചു എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് സൂതികർമ്മിണി പറഞ്ഞ സമയം, ആ സമയം നശിച്ചു പോകട്ടെ. ശപിക്കുകയാണ്. നാശത്തിലേക്ക് മനസ്സ് അങ്ങ് താണ് പോവുകയാണ്. നിരാശ. ഈ വാക്കുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും. ദ ടെമ്പസ്റ്റ് ഓഫ് ഡെസ്പയർ, നിരാശയുടെ കൊടുങ്കാറ്റ്. അനേകരിന്ന് നിരാശയിലാണ്, ആശയറ്റവരാണ്. ഒരു പ്രതീക്ഷയില്ല ജീവിതത്തിൽ. എങ്ങനെയെങ്കിലുമൊക്കെ കരേറി പോകാമെന്ന് വിചാരിച്ചപ്പോഴെല്ലാം വാതിലും അടഞ്ഞു വരുന്നു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ. നിരാശ വന്ന സമയങ്ങളുണ്ടായിട്ടില്ലേ? അല്ല, ഇപ്പോഴും നിരാശയില്ലേ? ഇപ്പോഴും നിരാശയോടുകൂടി മനസ്സ് മടുത്ത് വിഷമിച്ചിരിക്കുന്നവരില്ലേ? എനിക്കൊരു നല്ല കാലം കിട്ടുകയില്ല, ഇനിയൊരു നല്ല കാലം ഉണ്ടാവുകയില്ല, ഒരു ശുഭകാലം പ്രതീക്ഷിക്കാനില്ല, എൻ്റെ ജീവിതം തീർന്നു, എൻ്റെ എല്ലാ പ്രതീക്ഷകളും മങ്ങി. അങ്ങനെ ചിന്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. നിരാശയല്ലേ ഇന്ന് വാസ്തവത്തിൽ മനുഷ്യജീവിതത്തെ ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഭീകര ശത്രു. നിരാശ. നാം പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഉണ്ടാകും നിരാശ. അപ്പോഴാണ് നമ്മൾ സ്വയം കോപിക്കുന്നത്, തന്നോട് തന്നെയാണ് കോപിക്കുന്നത്. ആ സ്വയം കോപത്തിൽ നിന്നാണ് തന്നോട് തന്നെ ശപിക്കുന്നത്. തന്നെ ശപിക്കുകയാണ്. മറ്റുള്ളവരുടെയും കോപം വരും. മറ്റുള്ളവരെ പക്ഷേ നമ്മളോട് സഹതാപത്തോടെ പെരുമാറിയാൽ അതും കോപം. അവർ നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് സാന്ത്വനം തരികയും ചെയ്യാതാൽ അപ്പോഴും കോപം. അതെന്തിനാണ് കോപിക്കുന്നത്? നിരാശ കൊണ്ടാണ്. ഈ നിരാശയിൽ തകർന്നു പോയ ജീവിതങ്ങൾ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ചിന്തിക്കാം, നിരാശയായിരുന്നു ഇതുവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആകത്തുക എന്തായിരുന്നു? പ്രതീക്ഷകൾ അസ്തമിച്ചു പോയതുള്ളതായ ദുഃഖവും ദുരിതവും വേദനയും ഹൃദയത്തെ കാർന്നു തിന്നുന്ന അവസ്ഥയായിരുന്നുവോ? ദൈവത്തിന് സ്തോത്രം. നിരാശ. അപകർഷതാബോധമാകാം. അപകർഷതാബോധം, ഞാൻ എല്ലാവരും പഠിച്ചതുപോലെ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല,
എല്ലാവർക്കും ജീവിക്കുന്നത് പോലെ എനിക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടില്ല. എൻ്റെ ഒരുമിച്ച് ഞങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ദേശത്തുള്ള പലരും സുഖമായിട്ട് ജീവിക്കുന്ന പോലെ സുഖമായി ജീവിക്കാനുള്ള സാധ്യതയില്ല. എനിക്ക് എൻ്റെ ഭർത്താവ് അങ്ങ് മരിച്ചുപോയി, ഞാൻ ഏകാഗിയായിപ്പോയി, നിരാശ. എനിക്കറിഞ്ഞുകൂടാ ഫോൺ ബിൽ എങ്ങനെയാണ് അടയ്ക്കേണ്ടത്, ഇലക്ട്രിസിറ്റി ബിൽ എങ്ങനെയാണ് അടയ്ക്കേണ്ടത്, വാട്ടർ കണക്ഷന് കിട്ടിയതിൻ്റെ അതിൻ്റെ ബിൽ എങ്ങനെയാണ് അടയ്ക്കേണ്ടത്, എനിക്കൊന്നും അറിയാൻ പാടില്ല. നികുതി കൊടുക്കേണ്ടത് എങ്ങനെയാണ്, എവിടെയാണ്, അതൊന്നും എനിക്കറിയാൻ പാടില്ല. അതെല്ലാം ഭർത്താവാണ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം എനിക്ക് പറന്നുപോയില്ലേ, അദ്ദേഹത്തിൽ നിന്നും കാണണ്ടല്ലോ. എല്ലാം ദുഃഖവും ദുരിതവും ഒന്നും ഇല്ലാത്ത ദേശത്തേക്ക് അദ്ദേഹം പോയല്ലോ. ഇനി ഞാൻ വേണമല്ലോ ഈ കുഞ്ഞു കുട്ടികളെയെല്ലാം പരിപാലിക്കാൻ, ഈ കുഞ്ഞുങ്ങളെയെല്ലാം നോക്കാൻ ഞാൻ വേണമല്ലോ. എനിക്കതിനുള്ള കഴിവില്ലല്ലോ, അതിനുള്ള പ്രാപ്തിയില്ലല്ലോ, എന്നെ താങ്ങാൻ എനിക്ക് ആരുമില്ലല്ലോ. ഇങ്ങനെയുള്ള നിരാശകരമായ ചിന്തകളിൽ മുഴുകി വലഞ്ഞുകൊണ്ടിരിക്കുന്ന അനേകം ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ നിരാശ എന്ന് പറയുന്ന ഒരു ഭീകര ശത്രു നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. നാം വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നിരാശ. ചില കുട്ടികൾ പരീക്ഷയിലേക്ക് റിസൾട്ട് വരുമ്പോൾ നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. പത്രത്തിൽ കാണാറുണ്ടല്ലോ, നിരാശ, ആത്മഹത്യ ചെയ്യുന്നു. വാസ്തവത്തിൽ ഒന്ന് ചിന്തിച്ചാൽ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് തോറ്റെങ്കിൽ നാളെ ജയമുണ്ട്, അത്രയും ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ജീവിതത്തിൽ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി സംഭവിക്കുമ്പോഴെല്ലാം നിരാശ വന്നുകൂടുന്നു. ആശയറ്റവരായിത്തീരുന്നു, സമാധാനമില്ലാത്തവരായിത്തീരുന്നു. ഓരോ മനുഷ്യനും നോക്കിയാൽ കാണാം നിരാശ, മനസ്സ് മടുത്ത് വിഷമിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ നാളുകളായി ആറ്റുനോറ്റ് കിട്ടിയൊരു കുഞ്ഞ്, പ്രാർത്ഥിച്ച് കിട്ടിയൊരു കുഞ്ഞ്. ആ കുഞ്ഞ് പിറന്നു വന്നപ്പോൾ അപ്പോഴാണ് മനസ്സിലായത്, ആ കുഞ്ഞിന് കൈകൾ ചലിക്കുന്നില്ല, കൈ അനങ്ങുന്നില്ല, കൈ സ്റ്റിഫായിട്ട്, കൈ അനങ്ങാതിരിക്കുന്നു. പിന്നെയാണ് മനസ്സിലായത് ആ കൈ നിവരുകയില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് പ്രതീക്ഷിക്കുക വകയില്ല, ഇനി ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഡോക്ടേഴ്സ് പറയുന്നു. ആ അമ്മയുടെ, ആ കുട്ടിയുടെ അപ്പൻ്റെ വേദന എന്തായിരിക്കും? നിരാശയാണ്. വളരെ വലിയ പ്രതീക്ഷയോടെയാണ് വിവാഹം കഴിച്ചത്. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ആഴ്ചയൊന്നും കുഴപ്പമില്ല. ഒരു ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴേക്കും വിവാഹം കഴിച്ച ചെറുപ്പക്കാരന് അവൻ പെട്ടെന്ന് വയലൻ്റ് ആകുന്നു, പെട്ടെന്ന് ദേഷ്യഭാവം ഉണ്ടാകുന്നു, വയലൻ്റ് ആകുന്നു. എന്താ കാര്യം? അവൻ പെട്ടെന്ന് സുബോധമില്ലാത്തതിനെ പോലെ പെരുമാറുന്നു. എന്തു പറ്റി? വലിയ സ്വത്തുള്ള കുടുംബത്തിൽ കല്യാണം കഴിച്ചു വിട്ടു, നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരനാണ് കല്യാണം കഴിക്കുന്നത്. പെട്ടെന്ന് ഈ വയലൻ്റ് ആകാൻ കാരണം എന്താണ്? അപ്പോൾ മനസ്സിലായത് നേരത്തെ തന്നെ അവന് മാനസിക രോഗം ഉണ്ടായിരുന്നു. ഗുളിക കഴിച്ചാൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഗുളിക ഈ കല്യാണത്തിന് 2-3 ദിവസം മുമ്പ് മുതലേ ഗുളിക നിർത്തി. ഗുളിക നിർത്തി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ തിരിച്ചടിയായി, പ്രയാസമായി. ഇതെല്ലാം ഓരോ സ്ഥലത്തും ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്ന് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പെട്ടെന്നാണ് എല്ലാം തകിടം മറിഞ്ഞത്, സമാധാനം പോയി. ആ പെൺകുട്ടി ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് അവളുടെ അപ്പൻ്റെ അടുക്കിലേക്ക് വരുന്നു. നിരാശകരമായ സാഹചര്യം പലതും പറയാനുണ്ടാകും. എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഇളയ മകൻ, അവൻ ബോംബെയിൽ ജോലി ചെയ്യായിരുന്നു. അപ്പോൾ നാട്ടിൽ ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവന് അന്ന് ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടി, ജോലിക്കുള്ള അപ്പോയിൻറ്റ്മെൻറ്റ് കിട്ടി. പക്ഷേ അവൻ ബോംബെയിൽ നിന്ന് അവിടെയുള്ളവരോടൊക്കെ യാത്ര പറഞ്ഞ് വളരെ സന്തുഷ്ടനായി പോരുകയായിരുന്നു. ഒന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ കമ്പനിയിലെ ആ ജോലി അവർ ഒരു മന്ത്രിയുടെ ശുപാർശ അനുസരിച്ച് വേറൊരാൾക്ക് കൊടുത്തു എന്ന്. ഞാൻ ഓർക്കുന്നു. അവൻ തീർത്തും നിരാശനായിപ്പോയി. അവിടെ ബോംബെയിൽ ഉണ്ടായിരുന്ന ജോലി കളഞ്ഞിട്ട് പോകുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനവനെ ആശ്വസിപ്പിച്ചു. നമ്മുടെ ദൈവം ജീവിക്കുന്നുണ്ട്, നമ്മുടെ ദൈവം എല്ലാം കാണുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുക. ആദ്യമൊന്നും അവന് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം ഇത്രയും വലിയൊരു അബദ്ധം പറ്റിയല്ലോ. ഉള്ള ജോലി കളഞ്ഞിട്ട് പോകുന്ന, അവരോടെല്ലാം യാത്ര പറഞ്ഞു പോകുന്ന, വലിയ സന്തോഷത്തോടെ ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നപ്പോഴേക്കും
ജോലിയില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഈ ഹൃദയത്തെ വിഷമിപ്പിച്ചു, വേദനിപ്പിച്ചു. അവൻ്റെ ഈ നിരാശ എങ്ങനെ മാറ്റിയെടുക്കും? ദൈവത്തിന് സ്തോത്രം. ഞാനിതെല്ലാം ഓരോന്നോരോന്ന് ഇങ്ങനെ എണ്ണി പറയുന്നത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി കാണാം. പക്ഷേ ഓൾ ഫോർ ദ ബെസ്റ്റ് എന്നൊന്ന് ചിന്തിച്ചാൽ കാര്യം ശരിയാകും. ഞാൻ അവനോട് പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇത് കിട്ടാഞ്ഞത് നന്മയ്ക്കാണ് എന്ന് വിശ്വസിക്കുന്നു പറഞ്ഞു. കിട്ടാഞ്ഞത് നന്മയ്ക്കാണെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്തൊരു അത്ഭുതം! അത് ഭാഗ്യമായിപ്പോയി കിട്ടാതെ ഇരുന്നത്. അതുകൊണ്ടാണ് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണമെന്നൊക്കെ അവൻ ആഗ്രഹിച്ചതും അങ്ങനെ ഇന്ന് അഗപ്പെ എന്ന ഈ സ്ഥാപനം ഉണ്ടായതും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിരാശയാണ്. നിരാശയിൽ തളർന്നിരിക്കുന്നവരാണ്. നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം മങ്ങിപ്പോയവരാണ്. നല്ല നല്ല മധുരക്കിനാക്കൾ ഉണ്ടായിരുന്നു, നല്ല സ്വപ്നങ്ങൾ എല്ലാം കരിഞ്ഞു തുടങ്ങി. അങ്ങനെ ഉള്ളവർ ആരെല്ലാം ഈ വാക്കുകൾ ഇന്ന് കേൾക്കുന്നുണ്ട്? സ്വപ്നങ്ങൾ കരിഞ്ഞു തുടങ്ങിയവർ, പ്രതീക്ഷകൾ മങ്ങി മയങ്ങിയവർ, ജീവിതം തളർന്ന് വശം കെട്ടുപോയവർ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ പത്രത്തിൽ വായിച്ചു, ഈ ചില മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ അവരുടെ പഠിത്തം നിർത്തേണ്ടി വരുന്നു. അതിന് അവിടെ ആ മെഡിക്കൽ കോളേജിന് അനുവാദമില്ല. എന്തൊരു കഷ്ടം! അഡ്മിഷൻ കിട്ടി, കുട്ടികൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഇനി പഠിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിത്തീർന്നു. ഇതൊരു സങ്കടകരമായ കാര്യം. ആ കുഞ്ഞുങ്ങളുടെ നിരാശ ഞാൻ മനസ്സിൽ ധ്യാനിച്ചു. ആ കുഞ്ഞുങ്ങൾ അവരെന്തുമാത്രം നിരാശപ്പെട്ട് കാണും. ഇനി വേറൊരു സ്ഥലത്ത് അഡ്മിഷൻ നേടാനുള്ള സമയം ഇല്ല താനും. സമയം പോവുകയും ചെയ്തു. ഇനി ഒരു ടെസ്റ്റ് എഴുതി പാസ്സായി മെഡിക്കൽ നീറ്റ് എഴുതി എടുക്കാൻ നോക്കിയാൽ അപ്പോഴേക്കും ഒരുപക്ഷെ ഇനി പഠിക്കാൻ നോക്കുമ്പോൾ കിട്ടണമെന്നില്ല. കാരണം ഇപ്പോൾ പഠിച്ചു വന്നതെല്ലാം പലതും മറന്നു. എന്തൊരു നിരാശയിലായിരിക്കുക കുഞ്ഞുങ്ങൾ. പക്ഷേ ഞാൻ പറയുന്നു, അത് എൻ്റെ അഭിപ്രായമാണ്, ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ എല്ലാം നന്മയ്ക്കാക്കി തീർക്കും. ചിന്തിക്കാൻ വിഷമമാണ്. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ പറഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പറയുകയാണ്. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിരാശപ്പെടേണ്ട. നല്ല കാലങ്ങൾ വരും. അത് ദൈവം ഏറ്റവും നല്ലതായി മറ്റൊന്നിനു വേണ്ടി ദൈവം രൂപാന്തരപ്പെടുത്തി തരും. ദൈവത്തിന് സ്തോത്രം. ഈ നിരാശയിൽ മുറ്റിയ അനുഭവത്തിൽ, യാതനയിലെ വേദനയിൽ പൊളഞ്ഞുകൊണ്ടിരിക്കുന്നവർ, നിങ്ങൾ വിശ്വസിക്കൂ, ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നിങ്ങളെ ആ യേശു സ്നേഹിക്കുന്നുണ്ട്. വ്യക്തമാണ് കാര്യം. അത് നിങ്ങൾ ഉറയ്ക്കുക. എന്തെല്ലാം കാര്യങ്ങളിൽ നാളുകൾ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു, ഒരു കുഞ്ഞുണ്ടാകുന്നില്ല, നിരാശ, ഇതെല്ലാം ഉണ്ടല്ലോ. കടത്തിൻ്റെ പെരുപ്പത്തിൽ വലഞ്ഞു പോകുന്നുണ്ടല്ലോ. നിങ്ങൾ വിശ്വസിക്കൂ, ഇതെല്ലാം നന്മയ്ക്കാക്കി ദൈവം രൂപാന്തരപ്പെടുത്തി തരും. ഉറപ്പാണ് ആ കാര്യം. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. യേശുവിനെ സ്നേഹിച്ചാൽ മാത്രം മതി. ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കാൻ നിങ്ങൾ തീരുമാനം എടുക്കുന്നുവെങ്കിൽ, വന്ന ദുരിതങ്ങളെല്ലാം നന്മയ്ക്കാക്കി ദൈവം മാറ്റിത്തരും. വന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം ദൈവം നന്മയ്ക്കാക്കി മാറ്റിത്തരും. ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ് ഫോർ ദോസ് ഹു ലവ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും ആ സകലവും എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതെന്ന് നാം അറിയുന്നു. നന്മയ്ക്കായി തീർക്കും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഈ നന്മ എന്താണെന്ന് അറിയുന്നില്ല, പക്ഷേ നന്മയ്ക്കാക്കി തീർക്കും. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ലോകസ്നേഹം വിട്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ പുതിയ മനുഷ്യനാകാൻ തീരുമാനിച്ചിരിക്കുന്നു. യേശുക്രിസ്തു എനിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിൻ്റെ വിലയായി ഞാൻ പൂർണ്ണ വിശുദ്ധനായി ജീവിക്കാൻ ഞാൻ ഇതാ തീരുമാനിച്ചിരിക്കുന്നു. മനസ്സിനൊരു പാവം വരാതെ ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതം ഞാൻ ക്രിസ്തുവിൻ്റെ കൈകളിലേക്ക് കൈമാറുകയാണ്. ഈ ജീവിതത്തിൽ ഇനി എനിക്ക് അവകാശമില്ല. ഈ ജീവിതത്തിന് മുഴുവൻ അവകാശം യേശുക്രിസ്തു ഞാൻ കൊടുത്തിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ സ്നേഹിക്കാൻ ഞാൻ ഇതാ എൻ്റെ ജീവിതം വേർതിരിച്ചിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? കാണാം അത്ഭുതങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും നിരാശപ്പെടരുത്. ദ ടെമ്പസ്റ്റ് ഓഫ് ഡിസ്പെയർ, നിരാശയുടെ കൊടുങ്കാറ്റ്. നിരാശയുടെ കൊടുങ്കാറ്റിൽ നിങ്ങൾ ആടി വലയാൻ നിങ്ങൾ വിട്ടുകൊടുക്കരുത്, നിങ്ങൾ സമ്മതിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ. കർത്താവോട് പറയൂ, കർത്താവേ, ഞാൻ നിരാശപ്പെടുന്നില്ല, എല്ലാം നന്മയ്ക്കാക്കി മാറ്റാൻ നിനക്ക് കഴിയും, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, നിൻ്റെ തൃക്കരങ്ങളിൽ നീട്ടണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ,
ഇന്ന് അടിയങ്ങളുടെ മധ്യത്തിലേക്ക് അവിടെ നിന്ന് കടന്നു വന്നതിനായി നന്ദിയോടെ സ്തോത്രം. അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ യോഗ്യരെങ്കിലും ഞങ്ങളെ ചേർത്തണപ്പാൻ തിരുമനസ്സായതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, തീരുമാനങ്ങൾ എടുത്തവരുടെ മേൽ തൃക്കരം വയ്ക്കണമേ. ഭാരങ്ങൾ അകറ്റണമേ, രോഗങ്ങൾ മാറ്റണമേ, സമാധാനം നൽകണമേ. ജീവിതത്തിൽ നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കൊടുക്കണമേ കർത്താവേ. ബാധകളും ബന്ധനങ്ങളും അകറ്റണമേ, കുടുംബ സമാധാനം നൽകണമേ. എല്ലാവരെയും ശോഭനമായ ജീവിതം നയിക്കാൻ യോഗ്യരാക്കി തീർക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.